തൃശൂർ ആസ്ഥാനമായ മണപ്പുറം ഫിനാൻസിന്റെ ഉപകമ്പനിയായ ആശീർവാദ് ഫിനാൻസ് വായ്പകൾ നൽകുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി റിസർവ് ബാങ്ക്. തുടർന്ന് മണപ്പുറം ഫിനാൻസ് ഓഹരികൾ ഇന്ന് BSEയിൽ ഏകദേശം 6% കൂടുതൽ ഉയർന്ന് 191 രൂപ വരെ എത്തി. അമിത പലിശ ഈടാക്കുന്നുവെന്നും വായ്പ അനുവദിക്കുന്ന നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ റിസർവ് ബാങ്ക് ചെന്നൈ ആസ്ഥാനമായ ആശീർവാദ് മൈക്രോ ഫിനാൻസിന് 6 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഡൽഹി ആസ്ഥാനമായ DMI ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയും റിസർവ് ബാങ്ക് നടപടിയെടുത്തിരുന്നു. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന മുറയ്ക്ക് ശിക്ഷാ നടപടി പുനഃപരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. 3 മാസത്തിനുള്ളിൽ തന്നെ റിസർവ് ബാങ്ക് നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ പാലിച്ചതാണ് വിലക്ക് നീക്കാൻ വഴിയൊരുങ്ങിയത്. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ എത്രയും വേഗം പാലിക്കുമെന്ന് ആശീർവാദ് മൈക്രോ ഫിനാൻസ് മാനേജ്മെന്റ് നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയിരുന്നു. 2015 മണപ്പുറം ഫിനാൻസ് ആശീർവാദ് മൈക്രോ ഫിനാൻസിനെ ഏറ്റെടുക്കുന്നത്. മണപ്പുറം ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തിയുടെ 25% സംഭാവന ചെയ്യുന്നത് ആശീർവാദ് ഫിനാൻസ് ആണ്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ മണപ്പുറം ഫിനാൻസിന്റെ ലാഭം 2% ഉയർന്ന് 571 കോടി രൂപയായിരുന്നു. ആശീർവാദിന് ഏറ്റ അടിയാണ് ലാഭം കുറച്ചത്. അതേസമയം സ്വർണ്ണ വായ്പ ആസ്തിയിൽ 17% വളർച്ച രേഖപ്പെടുത്തി. ആഭ്യന്തര സ്വർണ്ണവില റെക്കോർഡ് എത്തിയതാണ് മണപ്പുറം ഫിനാൻസ് ഉൾപ്പെടെയുള്ള സ്വർണ്ണ പണയ വായ്പാദാതാക്കളുടെ വായ്പാ വളർച്ച ഉയർത്തിയത്. ആശീർവാദ് ഫിനാൻസ് വിലക്കേർപ്പെടുത്തിയതിന് തൊട്ടു മുന്നേയുള്ള ദിവസം, അതായത് ഒക്ടോബർ 16 180 രൂപയായിരുന്നു ഓഹരിയുടെ വില. ഒക്ടോബർ 18 ഇത് 13% ഇടിഞ്ഞ് 138 രൂപയിലെത്തി. പിന്നീട് ഓഹരി തിരിച്ചുവരവ് നടത്തി. ജനുവരി 2 192 രൂപ വരെ ഉയർന്നു.